ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ നിന്നെ കമ്പനി തിരിച്ചെത്തിക്കാന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. അങ്കിള് നിന്നെ കമ്പനിയിൽ തിരിച്ചെടുത്തു. ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ? ഇല്ല. ഹാപ്പി ആയില്ലേ? അങ്കിള് നിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് നീ ഹാപ്പി ആയില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ മുക്ത. നീ ആരാ അരവിന്ദ്? ഞാൻ ആരാണെന്നാ നിന്റെ ചോദ്യം? എനിക്ക് മനസ്സിലായില്ല. PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നീ ആരാണെന്ന്. ഓഹോ, അത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് CEO. അപ്പൊ ഈ ഞാനോ? പ്രൊഡക്ഷൻ ആൻഡ് അഡ്മിൻ CEO. മാർക്കറ്റിംഗ് CEO, അഡ്മിനിസ്ട്രേഷൻ CEO പറയാൻ സുഖാ. കേൾക്കുന്നവർക്കും ഒരു റെസ്പെക്ട് ഒക്കെ തോന്നും. പക്ഷേ ഈ ഡെസിഗ്നേഷൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കമ്പനിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. അങ്കിളും കൈലാഷും ഇതൊക്കെ മറന്നില്ലേ? മറന്നു. അവരതെല്ലാം മറന്നു. ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരു സൂപ്പർവൈസറുടെ വാക്ക് കേട്ട് എന്നെ സസ്പെൻഡ് ചെയ്യുമായിരുന്നോ? നമ്മൾ തോറ്റുപോയി അരവിന്ദ്. ഒരു സൂപ്പർവൈസറുടെ മുന്നിൽ നമ്മൾ തോറ്റുപോയി. അന്ന് നീയും പ്രിയനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ കൈലാഷ് സപ്പോർട്ട് ചെയ്തത് പ്രിയനെയല്ലേ? പ്രിയന്റെ മുന്നിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വന്നില്ലേ? അതേ പ്രിയൻ കാരണോ എനിക്ക് സസ്പെൻഷൻ കിട്ടിയത്. പ്രിയൻ വിചാരിച്ച കമ്പനിയിൽ എന്ത് നടക്കും? മാർക്കറ്റിംഗ് CEO ആയ നീയും അഡ്മിനിസ്ട്രേഷൻ CEO ആയ ഞാനും അവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നോണം. അങ്കിളിന്റെ മുന്നിൽ നമ്മൾ കെഞ്ചിയതുകൊണ്ട് മാത്രമാണ് സസ്പെൻഷൻ പിൻവലിക്കാൻ അങ്കിള് കൈലാഷിനോട് ആവശ്യപ്പെട്ടത്. എന്നോടൊരു ഔദാര്യം കാണിക്കുന്ന പോലെയാ അവൻ എന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്. എന്നിട്ട് നീ ചോദിക്കുന്നു ഞാൻ ഹാപ്പി ആയില്ലേ എന്ന്. എന്നെ കണ്ടിട്ട് നിനക്ക് ഹാപ്പി ആയെന്ന് തോന്നുന്നുണ്ടോ? പ്രിയനെ താണു വണങ്ങി നിന്നോണ്ട് ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവനെ പേടിച്ചും അവനെ ബോധിപ്പിച്ചും അവനെ സന്തോഷിപ്പിച്ചും ജോലിയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഹാപ്പി ആവണമെങ്കിൽ അവനെ ആ കമ്പനിയിൽ നിന്ന് കെട്ടിക്കണം. പറ്റുമോ നിനക്ക്? പറ്റും. ഐ ഡോണ്ട് ബിലീവ്. യു മസ്റ്റ് ബിലീവ് മുക്ത. നിന്റെ സസ്പെൻഷൻ പിൻവലിപ്പിച്ചിരിക്കും. അതിനുശേഷം പ്രിയനെ കമ്പനിയിൽ നിന്ന് തുരത്തിയിരിക്കും. ഇത് ഞാൻ നിനക്ക് തന്ന വാക്കാ. നീ മറന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ അങ്കിളിനെ മുന്നിൽ നിർത്തി കളിച്ച് നിന്റെ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ? അടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. പ്രിയനെ കമ്പനിയിൽ നിന്ന് ഞാൻ തുരത്തിയിരിക്കും. ഞാനിത് വെറുതെ പറയുന്നതല്ല മുക്ത. കരഞ്ഞുകൊണ്ട് അവൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അധികം വൈകാതെ തന്നെ. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. വീമ്പ് പറയാതെ ചെയ്ത് കാണിക്ക്. ചെയ്ത് കാണിക്കാം. ഞാൻ പറഞ്ഞത് ചെറിയൊരു തിരുത്തുണ്ട്. കരഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിപ്പോവല്ല ചെയ്യുന്നത്. കൈലാഷ് അവനെ കഴുത്തിന് പിടിച്ച് പുറത്തെറിയോ ചെയ്യുക. ഇത്രയും കാലം ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങുമ്പോൾ അവൻ ചങ്ക് പൊട്ടി